ജോസഫ് നൂരി കാ ദോസ്ത് ഹെ. ജോസഫ് നൂരിയുടെ കൂട്ടുകാരനാണ്. വോ നൂരി കെ ഘർ ആയ. അവൻ നൂരി കെ ഘർ നൂരിയുടെ വീട്ടിൽ വന്നു. ജോസഫ് കെ സാത്ത് ജോസഫിൻ്റെ കൂടെ ഛോട്ടി ബഹൻ ഭി ഹെ ചെറിയ സഹോദരിയുമുണ്ട്. ഉസ്കാ നാം സോനി ഹെ അവളുടെ പേര് സോനിയാണ്. നൂരി അപ്നെ ഘർ കെ ബാരെ മേ നൂരി തൻ്റെ വീടിനെക്കുറിച്ച് സോനിയോട് കഹ്നെ ലഗി പറയാൻ തുടങ്ങി. മേരാ ഘർ എൻ്റെ വീട്. യഹ് മേരാ ഘർ ഹെ ഇത് എൻ്റെ വീടാണ്. മേരാ ഘർ എൻ്റെ വീട് ഛോട്ടാ ഹെ ചെറുതാണ്. മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ ഉമ്മി ഔർ അബ്ബാ ഹൈൻ ഉമ്മിയും അബ്ബയും ഉണ്ട്. മേരാ ഏക് ബഡാ ഭായി ഹെ എനിക്ക് ഒരു വലിയ സഹോദരൻ ഉണ്ട്. മേരി ഏക് ഛോട്ടി ബഹൻ ഹെ എനിക്ക് ഒരു ചെറിയ സഹോദരിയുണ്ട്. മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ ദാദയും ഔർ ദാദി ഭി ഹൈൻ ദാദിയും ഉണ്ട്. ഹമാരാ ഘർ നമ്മുടെ വീട് പ്യാരാ പ്യാരാ ഹെ പ്രിയപ്പെട്ടതാണ്. ബച്ചോ കുട്ടികളെ മേരാ ഘർ ഗൗർ സെ പഠിയേ ഔർ സവാലോं के जवाब दीजिए ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നൂരി കെ ഘർ മേ നൂരിയുടെ വീട്ടിൽ കോൻ കോൻ ഹൈൻ ആരെല്ലാം ഉണ്ട്. ഉത്തരം ചോദ്യത്തിലുള്ള ആദ്യ പദങ്ങൾ ഇങ്ങോട്ട് ഇറക്കി എഴുതി. നൂരി കെ ഘർ മേ നൂരിയുടെ വീട്ടിൽ. ഇനി കോൻ കോൻ ഉള്ളിടത്ത് ആൾക്കാരെ പേര് എഴുതണം. ലാസ്റ്റ് സെൻറ്റൻസിൽ ഹൈൻ ഇറക്കി എഴുതണം. ആരൊക്കെ ഉണ്ട് നൂരിയുടെ വീട്ടിൽ? മേരെ ഘർ മേ ഉമ്മി ഔർ അബ്ബാ ഹൈൻ. അപ്പോൾ ഉമ്മിയുണ്ട്, അബ്ബയുണ്ട്. ഏക്ക് ബഡാ ഭായി ഹെ ഒരു വലിയ സഹോദരനുണ്ട്. ഏക്ക് ചോട്ടി ബഹൻ ഹെ ഒരു ചെറിയ സഹോദരിയുണ്ട്. ദാദാ ഔർ ദാദി ഭി ഹൈൻ ദാദയും ദാദിയുമുണ്ട്. അപ്പോൾ അവരെ പേരൊക്കെ എടുത്ത് എഴുതട്ടോ. ഇനി നൂരി കാ ഘർ കൈസാ ഹെ നൂരിയുടെ വീട് എങ്ങനെയാണ്? നൂരി കാ ഘർ കൈസ എന്നുള്ളത് മാറ്റിയിട്ട് ഉത്തരം എഴുതും. നൂരി കാ ഘർ ഛോട്ടാ ഹെ നൂരിയുടെ വീട് ചെറുതാണ്. അതുപോലെ നൂരി കാ ഘർ പ്യാരാ പ്യാരാ ഹെ. ഇനി ബച്ചോ ജോസഫ് और സോനി നൂരി കെ കമരെ മേ ഹെ. ജോസഫും സോനിയും നൂരിയുടെ കമരയിലാണ്. നൂരി അപ്നെ കമരെ കെ ബാരെ മേ കഹ്നെ ലഗി. നൂരി തൻ്റെ റൂമിനെ കുറിച്ച് പറയാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് ഇതുപോലെ ചിത്രം തരും. എന്നിട്ട് കമരെ മേ ക്യാ ക്യാ ഹൈൻ ചിത്രത്തിൽ അതല്ലെങ്കിൽ റൂമിൽ എന്തെല്ലാം ഉണ്ട് സാധനത്തിൻ്റെ പേര് എഴുതാനുണ്ടാവും. അവർ ജുംല ലിഖിയേ ജുംല തയ്യാറാക്കാൻ. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെ പേരൊക്കെ പഠിച്ച് ഞാൻ വരാൻ പറഞ്ഞിരുന്നു. തിങ്കളാഴ്ചയ്ക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഘടി, ക്ലോക്ക്, പങ്ക, ഫാന്, കുർസി, കസേര, മേസ്, ടേബിള്, അലമാര, പലങ്ക്, കട്ടിൽ, ഗേന്ദ്, ബോള്. കംരാ ഹേ ഇത് റൂമാണ്. കംരേ മേം റൂമിൽ, പലങ്ക് ഹേ കട്ടിലുണ്ട്. ഇനി ഉള്ളിലുള്ള അർത്ഥം ഉള്ളിലുള്ളതാണ് വരുന്നെങ്കിൽ മേ എന്നായിരിക്കും വരിക. മേല് എന്നുള്ള അതായത് മുകളിൽ നിന്നുള്ള ഇതിൽ കട്ടുമ്മൽ അല്ലെങ്കിൽ ടേബിൾ മേൽ അല്ലെങ്കിൽ തലയിൽ തൊപ്പിയുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെർ എന്നാണ് വരിക കേട്ടോ. മേൽ എന്നുള്ള അർത്ഥം വരുമ്പം ഇവിടെ കംരേമേം പലങ്ക് ഹേ റൂമിൽ കട്ടിലുണ്ട്. കംരേമേം അലമാരി ഹേ റൂമിൽ അലമാരിയുണ്ട്. ഇതൊക്കെ റൂമിൻ്റെ ഉള്ളിലുള്ളതല്ലേ. കംരേമേ കുർസി ഔർ മേസ് ഹൈൻ റൂമിൽ കുർസിയും മേസും ഉണ്ട്. ദീവാർ പർ കമരെ മേ കുർസി ഔർ മേസ് ഹൈൻ റൂമിൽ കസേരയും ടേബിളും ഉണ്ട്. ദീവാർ പർ ദീവാർ എന്ന് പറഞ്ഞാൽ ചുമര്. ഇത് ചുമരുമേൽ എന്നാണല്ലോ പറയുക. അപ്പം ചുമരിൽ എന്തുണ്ട്? ഗഡി ഹേ ക്ലോക്കുണ്ട്. പിന്നെ ഛത്ത് പർ മേൽക്കൂരയിൽ അതായത് നമ്മളെ മുകളിൽ പങ്കാ ഹേ മുകളിൽ എന്തുണ്ട്? പങ്ക ഫാനുണ്ട്. മേരെ